the flow of electric charge between two clouds or from a cloud to the earth is an example of electric current that we observe in nature. Lightning is very particularly an example of transient current, a current of short duration. Now, can you think about a world without electricity? പുതിയ തലമുറയ്ക്ക് ഒരിക്കലും ഇലക്ട്രിക് കറണ്ട് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുകയും നമ്മുടെ റൂമിലെ ഫാനോ അല്ലെങ്കിൽ എയർ കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു കൂളറോ പെട്ടെന്ന് പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അവിടെ തുടങ്ങി നമ്മുടെ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇലക്ട്രിക് കറണ്ട് ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ ഇലക്ട്രിക് കറണ്ട് ഇല്ലാത്ത ഒരു ലോകത്തെപ്പറ്റി ചിന്തിക്കുക അസാധ്യമാണ്. So what is electric current? How these devices works? Or the phenomena associated with flow of charges? ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആദ്യമായി ഇലക്ട്രിക് കറണ്ട് എന്തെന്ന് അറിയണം. So I invite you all to a new chapter, that is chapter 3, current electricity. ഈ ചാപ്റ്ററിൽ ആദ്യമായി നമുക്ക് ഇലക്ട്രിസിറ്റി എന്തെന്ന് നോക്കാം. What is electricity? The meaning of electricity is study of electric charge. ചാർജസിനെ കുറിച്ചുള്ള പഠനം, അതാണ് ഇലക്ട്രിസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. In chapters 1 and 2, we studied the phenomena associated with the electric charges at rest. ഒന്നാമത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലും നമ്മൾ ചാർജസിനെ കുറിച്ച് പഠിച്ചു. പക്ഷേ ചാർജ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും ഫിനോമിനാസും ഒക്കെ പഠിച്ചു. പക്ഷേ അവിടെ ചാർജ് അറ്റ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയിലുള്ള ചാർജസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. The physics of charges at rest is called static electricity. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിലെ ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇവിടെ നമ്മൾ നിശ്ചലാവസ്ഥയിലുള്ള ചാർജസിനെ കുറിച്ചും അവയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അവ എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ നമ്മൾ മറ്റൊരു ടേം കൊണ്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വി സ്റ്റഡി അബൌട്ട് charges, various aspects of charges when charge is at rest. എന്നാൽ ഈ ചാപ്റ്റർ മുതൽ നമ്മൾ മോഷൻ ഓഫ് ചാർജസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി ഓൺവേർഡ്സ് വി ഡീൽ വിത്ത് മോഷൻ ഓഫ് ചാർജസ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ഇൻ മോഷൻ, ദ ഫിനോമിന എക്സിബിറ്റഡ് ബൈ ചാർജസ് വെൻ ദേ ആർ ഇൻ മോഷൻ. ഇത് നമ്മൾ സാധാരണയായി കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ബ്രാഞ്ചിലാണ് പഠിക്കാറ്. So current electricity is the study of electric charge in motion. നമ്മൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും മോഷനുമായി ബന്ധപ്പെട്ടവയാണ്. നമ്മുടെ ചുറ്റും ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാർട്ടിക്കിൾസിന്റെ മോഷനാണ് ഏറ്റവും കൂടുതൽ. ഒരു ആറ്റത്തിനകത്തുണ്ടാകുന്ന ഇലക്ട്രോൺസ്, ദേ ആർ നോട്ട് അറ്റ് റെസ്റ്റ്, ദേ ആർ മൂവിങ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവ്രിവെയർ the particles are in motion or charges are in motion. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ചാർജ് ഇൻ മോഷൻ ആണ്. സോ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട്.
Now let us see what is electric current. Electric current വാട്ടർ കറണ്ടുമായി ബന്ധമുണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് വ്യക്തികളെ കാണാം. അവരൊരു വാട്ടർ ഹോസ്, ഒരു വാട്ടർ പൈപ്പ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെള്ളവുമുണ്ട്. പക്ഷെ ഇവിടെ ആ രണ്ട് എൻഡ്സ്, ആ വാട്ടർ ഹോസിന്റെ രണ്ട് എൻഡ്സും അവർ ഒരേ ലെവലിലാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് എൻഡും ഒരേ ലെവലിലാണ് പിടിച്ചിരിക്കുന്നെങ്കിൽ നമുക്കറിയാം the water will not flow out. അതിന് വെളിയിലേക്ക് വെള്ളം വരില്ല. It will be remaining in that hose itself. ഒരേ ലെവലാണെന്ന് പറഞ്ഞാൽ അതെന്താണ് അർത്ഥമാക്കുന്നത്? ഫിസിക്സിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ when the points are at the same height or at the same level, their gravitational potentials are same. ആ രണ്ട് പോയിന്റിലെയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഗ്രാവിറ്റേഷനിൽ വളരെ വ്യക്തമായി പഠിക്കുന്നതാണ്. അപ്പോൾ ഒരേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലുള്ള രണ്ട് പോയിന്റ്സിനിടയിൽ വെള്ളത്തിന് ഫ്ലോ ചെയ്യാനാവില്ല. The water won't flow between two points having the same gravitational potential. വാട്ടറിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന് വ്യത്യാസമുണ്ടാവും. ഒന്ന് ഒരു ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയിരിക്കണം, രണ്ടാമത്തത് ലോവർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ the water flows from higher gravitational potential to lower gravitational potential. അതാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വാട്ടർ ഹോസിന്റെ അല്ലെങ്കിൽ ആ വാട്ടർ പൈപ്പിന്റെ രണ്ട് എൻഡ് നോക്കി ശ്രദ്ധിച്ചാൽ രണ്ടും രണ്ട് ഹൈറ്റുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദേ ആർ ഹോൾഡിംഗ് അറ്റ് ഡിഫറെന്റ് ഹൈറ്റ്സ്. ഹൈറ്റ് കൂടുതലുള്ളതിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകുന്നു, അതിൻ്റെ ലോവർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ റീജിയനിലേക്ക് ഒഴുകുന്നു. വെള്ളം എപ്പോഴും അതിൻ്റെ നോർമൽ അവസ്ഥയിൽ മറ്റൊരു എയ്ഡിന്റെ സഹായമില്ലാതെ വെള്ളം താഴേക്ക് ഒഴുകൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ചാർജിന്റെയും ഫ്ലോ എന്ന് പറയുന്നത്. കറണ്ട് എന്ന വാക്കിന്റെ അർത്ഥം സം സോർട്ട് ഓഫ് മോഷൻ എന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് മീൻസ് സം സോർട്ട് ഓഫ് മോഷൻ. വെള്ളമാണ് ഒഴുകുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാട്ടർ കറണ്ട് എന്ന് പറയാം. വെള്ളത്തിന്റെ സ്ഥാനത്ത് ചാർജ് ആണ് വരുന്നതെങ്കിൽ, ഇഫ് ചാർജ് ഈസ് ഇൻ മോഷൻ, ചാർജ് ഫ്ലോസ്, then you can term it as electric current. So electric current is actually the flow of electric charges through a medium. ഒരു മീഡിയത്തിലൂടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ചാർജസിന്റെ മൂവ്മെന്റ്, മോഷൻ, ഫ്ലോ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മീഡിയം എന്ന് പറയുമ്പോൾ പലതും ആവാം. ഇറ്റ് ക്യാൻ ബി സ്പേസ് ആവാം, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ആവാം. അങ്ങനെ ഡിഫറെന്റ് മീഡിയത്തിലൂടെ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെയോ മൂവ്മെന്റ്, ഫ്ലോയെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. The flow of charges takes place between two points only when there is a potential difference. രണ്ട് പോയിന്റ്സുകൾക്കിടയിൽ ചാർജ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ആ രണ്ട് പോയിന്റ്സിനിടയിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ electric potentials at 2 points should be different. One should be at higher potential than the other. In that case, current flows from higher potential to lower potential. നമുക്കിവിടെ ചിത്രത്തിൽ കാണുന്നത് ഒരു കോപ്പർ വയറാണ്. അതിൻ്റെ രണ്ട് എൻഡ്സ് ആണ് എയും ബിയുമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ വയറിനിടയിൽ ഞാനൊരു അമ്മീറ്റർ കണക്ട് ചെയ്താൽ, അമ്മീറ്റേഴ്സ് ആർ ഡിവൈസസ് ടു മെഷർ കറണ്ട്. ഒരു അമ്മീറ്റർ കണക്ട് ചെയ്താൽ അമ്മീറ്റർ ഒരു റീഡിങ്ങും കാണിക്കില്ല. കാരണം അമ്മീറ്ററിൽ ആ പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. അതായത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുത്താൽ ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ ഒരു നെറ്റ് ചാർജ് അല്ലെങ്കിൽ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് ഇല്ല.
അതുകൊണ്ട് ഇവിടെ കറണ്ട് ഉണ്ടാകുന്നില്ല. ഇതിന്റെ റീസൺ എന്തെന്ന് ചോദിച്ചാൽ എയും ബിയും ഒരേ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണുള്ളത്. The potential at electric potential at A is equal to potential at B. So there is no flow of charges between A and B. A ക്കും B ക്കും ഇടയിൽ ഒരു ചാർജ് ഫ്ലോ ഉണ്ടാവില്ല. So hence there is no current. പക്ഷെ അതേസമയം ഇത് സെയിം കണ്ടക്ടർ, ഞാൻ നേരത്തെ കാണിച്ച ആ കോപ്പർ വയർ ഇപ്പോൾ ഞാൻ ആ ബ്ലൂ കളർ കൊണ്ടാണ്, ബ്ലൂ സിലിണ്ടർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ രണ്ട് എൻഡ്സും ഞാനൊരു ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സെല്ലുമായി കണക്ട് ചെയ്യുന്നു. സെല്ലുമായി കണക്ട് ചെയ്യുമ്പോൾ ഒരു സെല്ലെന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിവിഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വൺ പോയിന്റ് വിൽ ബി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ ദാൻ ദി അതർ. ഇവിടെ നമുക്ക് ആ പോസിറ്റീവ് സൈൻ കാണാം, വിച്ച് ഈസ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ദാറ്റ് എൻഡ് ഈസ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് ദ അതർ എൻഡ് ഈസ് അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. സോ certainly there is a potential difference. അപ്പോൾ ഈ പറയുന്ന പോയിന്റുകൾ ആ കണ്ടക്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു കണ്ടക്ടർ മറ്റൊരു കണ്ടക്ടർ, ഒരു വയർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡ്സും വ്യത്യസ്തമായ പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരുമ്പോൾ the flow of charges takes place. ഇവിടെ ആ ബ്ലാക്ക് ഡോട്ട്സ് കാണിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് will start drifting towards the positive end of the battery. പോസിറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററിയിലേക്ക് അത് മൂവ് ചെയ്യുന്നു. അതൊരു പ്രത്യേക ഏരിയയിലൂടെ കടന്നു പോകുന്നതായിട്ടും കാണാം. സോ ദർ ഇസ് എ നെറ്റ് ഫ്ലോ ഓഫ് ചാർജസ് അക്രോസ് ദാറ്റ് ഏരിയ. ആ ഏരിയയിലൂടെ അതിങ്ങനെ കടന്നു പോകും. ആൻഡ് ബൈ കൺവെൻഷൻ the direction of current is taken opposite to the direction of flow of electrons. Electrons move ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺവെൻഷണൽ കറണ്ട് ആയി നമ്മൾ എടുത്തിരിക്കുന്നത്. So the direction of conventional current is always opposite to the direction of motion of electrons. അപ്പോൾ കറണ്ട് എപ്പോഴും പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്നും നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് ഒഴുകും. Now we will define what is the strength of electric current or intensity of current. കറണ്ടിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, സ്ട്രെങ്ത് എത്രയാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുകയാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. So strength of electric current or intensity of current is defined as the amount of charge flowing across an area held perpendicular to the direction of flow of charge per unit time. ഒരു കണ്ടക്ടറിലൂടെ ചാർജസ് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന്റെ ഒരു പ്രത്യേക ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഏരിയ ഈസ് ഹെൽഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ചാർജസ് ഫ്ലോ ചെയ്യുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലൂടെ കടന്നു പോകുന്ന ചാർജസ് പെർ യൂണിറ്റ് ടൈം എത്രയെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. വാട്ട് ഈസ് ദി ചാർജ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം across that area that is held perpendicular to the direction of flow of the charge, and that measures the strength of electric current. That is, if Q amount of charge flows through that area in a time t, if capital Q amount of charge flows through that area in a time t, then the intensity of current or the strength of the current is defined as Q by T, total charge divided by total time, that is charge per unit time. Now you can use this equation only when there is a steady flow of charge. Steady flow of charge എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു യൂണിഫോം റേറ്റിലാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. that is ആദ്യത്തെ 5 സെക്കൻഡ്സിൽ 10 കൂളം ഓഫ് ചാർജ് ഫ്ലോ ചെയ്തു ആ ഏരിയയിലൂടെ, അടുത്ത 5 സെക്കൻഡ്സിലും 10 കൂളം, അടുത്ത 5 സെക്കൻഡ്സിൽ. അപ്പം ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ചാർജസ് ആണ് ഫ്ലോ ചെയ്തു പോകുന്നുവെങ്കിൽ നമുക്ക് അവിടെ ഒരു യൂണിഫോം ചാർജ് ഫ്ലോ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് I is equal to Q by T എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ സാധിക്കും. സോ I is equal to Q by T can be used when there is a steady flow of charge. പക്ഷെ ഇതെപ്പോഴും ശരിയാവണമെന്നില്ല. എല്ലാ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിലും ഒരേ ചാർജ്, ഒരേ എമൗണ്ട് ഓഫ് ചാർജ് തന്നെ കടന്നു പോകണമെന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള ചാർജസ് ചിലപ്പോൾ കടന്നു പോകാം. That is, if delta Q amount of charge flows in a time interval delta T,
delta q amount of charge flows in a time delta t, then the average value of current will be delta q by delta t. From that, we can find out an instantaneous value of current. Average value il ninnu namukku instantaneous values like povam. അതിനുള്ള mathematical equation നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതലേ പഠിക്കുന്നതാണ്. And the mathematical equation is I is equal to limit delta t tending to 0 delta q by delta t, which is equal to dq by dt. ഈ mathematical format explain ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഒക്കെ ഡിഫൈൻ ചെയ്ത അവസരങ്ങളിൽ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മീനിങ് എന്തെന്ന് നമ്മൾ കണ്ടതാണ്. So I is equal to limit delta t tending to 0 delta q by delta t. Delta q by delta t is average value of current. അതിൽ ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ മീൻസ് the current value at a particular instant, at a particular time. So I instantaneous equals limit delta t tending to 0 delta q by delta t, which is actually dq by dt. That is d by dt of q, rate at which charge flows. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും വളരെ കൃത്യതയോടുകൂടി ഓർമ്മിച്ചിരിക്കണം. ആദ്യത്തെ ഇക്വേഷൻ സ്റ്റഡി ഫ്ലോ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആണ്. I is equal to dq by dt. Electric current equals electric charge by time. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ചാർജ് ബൈ ടൈം. അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, വ്യത്യസ്തമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. I is equal to q by t when there is a steady flow of current, and in other case we have to get the instantaneous value, and instantaneous values can be calculated using the equation limit delta t tending to 0 delta q by delta t or equal to dq by dt. അപ്പോൾ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു യൂണിറ്റ് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് കറണ്ട്? ദ SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആംപിയർ. ആംപിയർ എന്ന യൂണിറ്റ് കൊണ്ടാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആംപിയർ എന്താണെന്ന് നമുക്ക് അറിയണം. എത്ര എമൗണ്ട് ആണ് 1 ആംപിയർ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. Or how can you define 1 ampere current? The definition of 1 ampere is if 1 coulomb of charge crosses an area in 1 second. എടുത്തിരിക്കുന്ന ഏരിയയിലൂടെ 1 സെക്കൻഡിൽ 1 കൂളംബ് ഓഫ് ചാർജ് കടന്നു പോകും എങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. Then the current through that area is 1 ampere. That is, if 1 coulomb of charge crosses an area in 1 second, then the current through that area is 1 ampere. So 1 ampere equals 1 coulomb by 1 second. ആംപിയറിന്റെ ഷോർട്ട് ഫോം ക്യാപിറ്റൽ A കൊണ്ടാണ് സൂചിപ്പിക്കുക. So 1 ampere is equal to 1 coulomb. Coulombന്റെ ഷോർട്ട് ഫോം C, second S. So 1 ampere is equal to 1 coulomb by 1 second, or it is equal to 1 coulomb second raised to -1. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇലക്ട്രിക് കറണ്ട് എന്നാൽ എന്ത്, അതിൻ്റെ ഈ ഫ്ലോ ഓഫ് ചാർജസ് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനുള്ള വേരിയസ് ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത്. പിന്നെ കറണ്ട് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്.